ക്വസ്റ്റ്യൻ നമ്പർ 18. ഈ ചോദ്യം ആക്ച്വലി നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലുള്ള ചോദ്യമാണ്. ലിമിറ്റിംഗ് റിയേജൻ്റ് ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. റിയാക്ഷൻ ഞാൻ ആദ്യം എഴുതുന്നുണ്ട്. കാൽഷ്യം കാർബണേറ്റും 2 HCl കമ്പൈൻ ചെയ്തപ്പം കാൽഷ്യം ക്ലോറൈഡും അതേപോലെ H2Oയും CO2 കിട്ടി. H2Oയും കിട്ടി, അതേപോലെ CO2 കിട്ടി. ഓക്കെ, 90 ഗ്രാം കാൽഷ്യം കാർബണേറ്റ്. ഇയാളുടെ മാസ് തന്നിട്ടുണ്ട് 90 ഗ്രാം, അത് തന്നിട്ടുണ്ട്. ഓക്കെ, 90 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. HCl മാസ് തന്നിട്ടില്ല. അതിന് പകരം 90 gram calcium carbonate is added to 300 ml of HCl which contain 38.55% HCl by mass and has density തന്നിട്ടുണ്ട്. അതായത് ഇയാളുടെ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിലോട്ട് 90 gram കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇയാളുടെ സൊല്യൂഷൻ്റെ എന്ത് തന്നിട്ടുണ്ട്? സൊല്യൂഷൻ്റെ വോളിയം തന്നിട്ടുണ്ട്, അതേപോലെ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ്റെ വോളിയം, സൊല്യൂഷൻ ഡെൻസിറ്റി അറിയുകയാണെങ്കിൽ സൊല്യൂഷൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഒരാളുടെ ഡെൻസിറ്റിയും ഒരാളുടെ വോളിയം അറിയുകയാണെങ്കിൽ നമുക്കറിയില്ല. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? അപ്പോൾ മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ? അപ്പോൾ HClൻ്റെ മാസ് അല്ലേ? HCl സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? HClൻ്റെ കൂടെ വാട്ടർ ഒക്കെ ഉണ്ടാകും. അപ്പോൾ HClലും ആ സോൾവെൻറ്റും ആഡ് ചെയ്ത് HClലും സോൾവെൻറ്റിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് അവിടെ സൊല്യൂഷൻ, HCl സൊല്യൂഷൻ. ആ HCl സൊല്യൂഷൻ്റെ ഡെൻസിറ്റിയും വോളിയം അറിയുകയാണെങ്കിൽ ആ HCl സൊല്യൂഷൻ്റെ മാസും കണ്ടുപിടിക്കാൻ പറ്റും. ഡെൻസിറ്റി അറിയാം, വോളിയം അറിയാം. ഡെൻസിറ്റി എത്ര? 1.13 ഗ്രാം പെർ മില്ലി ലിറ്റർ. വോളിയം എത്ര? 300 മില്ലി ലിറ്റർ. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ചെയ്ത് നോക്കിയാൽ 1.13 300 ഗ്രാം ചെയ്താൽ 339 ഗ്രാം കിട്ടും. ഇത്രയും HCl ഇല്ല കേട്ടോ. ഇത് HClൻ്റെ സൊല്യൂഷനാണ്. അതിൽ എത്ര HCl ഉണ്ടെന്ന് എഴുതണം. അതെത്ര പറഞ്ഞിട്ടുണ്ട്? ഇതിൻ്റെ 38.55% HCl. ആ HCl സൊല്യൂഷനിൽ 38.55% ആണ് HCl ഉള്ളൂ. അതായത് ഇത് ടോട്ടൽ സൊല്യൂഷൻ്റെ മാസാണ്. ആ സൊല്യൂഷൻ്റെ 339 ആണ് സൊല്യൂഷൻ്റെ മാസ്. അതിൽ HCl എത്രയുള്ളത്? 38.55% ആണ്. അപ്പോൾ ഇതിൻ്റെ 38.55% എടുക്കുക. അപ്പോൾ വെയിറ്റ് ഓഫ് HCl കണ്ടുപിടിക്കണം. വെയിറ്റ് ഓഫ് HCl ഈക്വൽ ടു ടോട്ടൽ സൊല്യൂഷൻ്റെ 339 ഗ്രാം, അതിൻ്റെ 38% ആണ് HCl ഉള്ളൂ. അതായത് 38.55/100. ഓക്കെ, ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടുക 130.68 ആണ് കിട്ടുക. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? HClൻ്റെ മാസ് കിട്ടി. നേരെ പോയിട്ട് HClൻ്റെ മാസ് ഇതായിട്ട് എടുക്കരുത്. ഇത് HClൻ്റെ സൊല്യൂഷൻ്റെ, ആ സൊല്യൂഷനിൽ HClൻ്റെ പെർസെൻറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ പെർസെൻറ്റേജ് എടുത്താൽ ഈ ഒരു മാസ് കിട്ടും. ഇതാണ് HClൻ്റെ മാസ്. ഇനി നമുക്ക് റിയാക്ഷൻ ഒന്നും കൂടി എന്ത് ചെയ്യാം? എഴുതാം. അതായത് കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ആരുണ്ട്? HCl, 2 HCl ഉണ്ട്. തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കാൽഷ്യം ക്ലോറൈഡും വാട്ടറും H2ഉം കിട്ടി. കാൽഷ്യം ക്ലോറൈഡും അതേപോലെ വാട്ടറും അതേപോലെ H2ഉം കിട്ടി. അത് നമുക്ക് ആവശ്യമല്ല ഇവിടെ. നമുക്ക് ലിമിറ്റിംഗ് റിയേജൻ്റ് ആരൊക്കെ എത്ര ബാക്കിയുണ്ടെന്നൊക്കെയാണ് ചോദ്യം. കാൽഷ്യം കാർബണേറ്റ് നമുക്ക് റിയാക്ഷൻ നോക്കിയിട്ട് എടാ 1 മോളിന് 2 മോൾ HCl വേണം അല്ലേ? ഇപ്പം ആക്ച്വലി കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ 1 മോളിന് 2 മോൾ വേണം. 1 മോൾ CH മാസ് എത്ര? 100 ഗ്രാമാണ്. HClൻ്റെ മാസ് എത്ര? 1 മോളിൻ്റെത് Hൻ്റെ 1, ക്ലോറിൻ്റെത് 35.5, 2 ആഡ് ചെയ്ത് 36.5 കിട്ടും. അപ്പോൾ 1 മോളിൻ്റെ 36.5 2 മോൾ, 1 മോളിന് 2 മോൾ വേണം. അതായത് 1 മോളിൻ്റെ മാസ് 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റിന് 2 മോൾ HClൻ്റെ മാസ് 73 ഗ്രാം വേണം. അപ്പോൾ 100ന് 73 വേണം. എൻ്റെ കാര്യം എത്ര CO3 ഉള്ളത്? 90 ഉള്ളത്. അപ്പോൾ 90 ഗ്രാമിന് എത്ര വേണമെന്ന് കണ്ടുപിടിക്കാം. 100ന് 73 എന്തായാലും വേണം. 100 ഉണ്ടെങ്കിൽ 73 ഗ്രാം റിയാക്ട് ചെയ്ത് പോകും. അപ്പം 90ക്കോ? 100ന് 73 ആണെങ്കിൽ 90ക്ക് എത്ര? 100ന് 73 ആണെങ്കിൽ 1ന് എത്ര? 73/100. അപ്പം 90ക്ക് എത്ര? ഇൻറ്റു 90. ഓക്കെ, അത് ചെയ്ത് നോക്കിയാൽ ഏകദേശം കിട്ടുക 65.7 ആണ് കിട്ടുക. അപ്പം ആക്ച്വലി 90 ഗ്രാം CO3ക്ക് ഇത്രയും മതി. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് നോക്കിയാൽ 130.68 ഉണ്ട്. അപ്പോൾ ഇയാൾ കുറച്ച് കൂടുതലുണ്ട് അല്ലേ? ശരിക്കും 100ന് 73 മതി. അപ്പം 90ക്ക് ഇത്രയും മതി. പക്ഷെ നമ്മളെ കയ്യിൽ ഇത്രയുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇയാൾ കൂടുതലാണ്. അപ്പോൾ ഇയാളാണ് എക്സസ് റിയേജൻറ്റ്. അപ്പോൾ ഇയാൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 130.68 ഉണ്ട്. 130.68 HCl ഉണ്ട്. പക്ഷെ എത്ര മതി? 65.7 മതി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? അത് ചെയ്ത് നോക്കിയാൽ 64 something കിട്ടും. ഓക്കെ, ഇത്രയും HCl ബാക്കിയായി. 100ന് 1 മോളിന് 2 മോൾ, 1 മോളിൻ്റെ മാസ് എഴുതി, 2 മോളിൻ്റെ മാസ് എഴുതി. 100ന് ഇത്രയാണെങ്കിൽ 90ക്ക് എത്ര വേണമെന്ന് കണ്ടുപിടിച്ചു. ഇയാൾ നമ്മൾ 90 ഉള്ളത്, പക്ഷേ ഇയാൾ ഇത്ര അല്ല, ഇയാൾ അതിനേക്കാളും കൂടുതലുണ്ട്. 138 എടുത്തിട്ടുണ്ട്.
അപ്പോൾ ശരി ഇത്ര മതി. അപ്പം 130 ഇത് മൈനസ് ചെയ്താൽ ബാക്കി ആൾ റിയാക്ഷൻ മിക്സറിൽ ബാക്കി ഉണ്ടാവും. അപ്പം ആരെ ബാക്കി ഉണ്ടാവുക? HCl ബാക്കി ഉണ്ടാവും. എത്ര? 64 പോയിന്റ്. അപ്പോൾ ആ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 64.9 HCl റിമെയിൻ അൺറിയാക്റ്റഡ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക ആൻസർ ആയിട്ട്.